ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലജ്ജയാണ് അവളുടെ യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത്. അവളുടെ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബൗണ്ടറിയാണ് അവളുടെ ലജ്ജ എന്ന് പറയുന്നത്. എല്ലാ നീച പ്രവൃത്തികളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്നതും വിദൂരത്താക്കുന്നതും ഈ ലജ്ജ തന്നെയാണ്. അവളുടെ ഈമാൻ പൂർത്തീകരിക്കുന്നത് അവൾ ലജ്ജയുള്ളവളാകുമ്പോൾ മാത്രമാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. ലജ്ജ എന്നത് ഈമാനിൻ്റെ ഒരു ശാഖയാണെന്ന്. നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മളത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനും ലജ്ജയും ഒരുമിക്കപ്പെട്ടിരിക്കുന്നു. അതിലൊന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റേതും ഉയർത്തപ്പെടുമെന്നും. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സഹോദരിമാരെല്ലാം ലജ്ജ നഷ്ടപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഭാര്യമാരെയും മക്കളെയും ഉമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ പ്രദർശിപ്പിച്ച് റീച്ച് നേടാൻ നമ്മുടെ സഹോദരന്മാരും മത്സരമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ